നമുക്കൊരു സൂത്രം ചെയ്താലോ? ഇതാ കുറച്ച് ഇതിനെന്താ പറയുക, ചേമ്പും തണ്ട് പറയും, പിന്നെ താള് പറയും, കന്നഡത്തിൽ കെസ്സ പറയും. അപ്പം ഇന്ന് കുറച്ച് കിട്ടി. ഞങ്ങളുടെ വീട്ടിൻ്റെ മുകളിൽ വാടകയ്ക്കുള്ളവർ അവരുടെ തോട്ടത്തിൽ നിന്ന് കൊണ്ടുവന്ന് തന്നതാണ്. അപ്പോൾ ഇതൊക്കെ അപൂർവമായിട്ട് കിട്ടുന്ന സംഗതികളല്ലേ. അതാ നാട്ടിലൊക്കെ ആണെങ്കിൽ എപ്പോഴും കിട്ടും. പക്ഷേ നമ്മൾക്ക് ഈ അന്യനാട് ചുറ്റുന്നവർക്ക് എവിടെ നിന്ന് കിട്ടാനാ? അപ്പോൾ ഇതൊന്ന് എടുത്ത് വീഡിയോ എടുത്തിടാ പറഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പുഷ്പസൂത്രങ്ങൾ നമുക്ക് ചെയ്യാം. അതിൻ്റെ തണ്ട് ഇങ്ങനെ ക്ലിയറാക്കി എടുത്തിട്ട്, പിന്നെ ഇതാണ്ടോ ഇലയുണ്ട്, കുറേ ഉണ്ട്. സംഭവം എന്താ, കുറേ തന്നിട്ടുണ്ട്. ഇതത്ര ഉണ്ട്, ഇതുണ്ടോ. അപ്പം ഈ തണ്ട് മൊത്തം നമുക്ക് വേറെ ശരിയാക്കി എടുക്കാം. എന്നിട്ട് ഈ ഇലയില്ലേ, ഇലയും കൊണ്ട് നമ്മൾക്ക് ഒരു ചീരയുണ്ട്. എന്ത് ചീര എന്നറിയാം? കാട്ടുവാസികളാണെന്നൊന്നും പറയരുതേ. പിന്നെ അവിടെ ഞങ്ങളുടെ തുളസിത്തറയിലുണ്ട് കുറച്ച് സാമ്പിൾ കാണിക്കാൻ മാത്രം. ഇതുണ്ടോ ഇത് കേട്ടിട്ടുണ്ടോ? ഇത് നല്ല പുളിയുള്ള ഇതാണ്. ചിലർ കാടൻ തൂപ്പൊക്കെയാണെന്നും പറയും. അങ്ങനെയൊന്നും പറയല്ലേ. ഇതിൻ്റെ ഇലയും ഈ ചേമ്പിൻ്റെ, അതായത് ഈ കുനന്തില്ലേ, ഇതും അതും കൂടി ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് എന്താ പറയുക, ഇട്ട് വേവിച്ചെടുത്തിട്ട് നല്ല പരിപ്പ്, നമ്മളെ പരിപ്പ് കടയിന് ആ മത്തില്ലേ, അതിട്ടിട്ട് അങ്ങോട്ട് കടഞ്ഞെടുക്കണം മണ്ണിച്ചട്ടിയിൽ വെച്ചിട്ട്. എന്നിട്ട് ഈ നാട്ടിൽ പറയും മുദ്ദ, അതായത് രാഗി മുദ്ദ. ഒരു തത്ര പോകുന്ന ഒരു മുദ്ദയോ അല്ലെങ്കിൽ ചോറിനോ ഒക്കെയാണ്, നല്ല സംഭവമാണ്. അപ്പോൾ നമുക്ക് ഇതങ്ങോട്ട് ചെയ്താലോ? ഇത് നേരാക്കി എടുക്കണം. എന്നിട്ട് കുറച്ച് ഇല ഇങ്ങനെ ഫ്രഷായിട്ടുള്ള ഇല എടുത്തു വെച്ചിട്ട് പത്രവട ഉണ്ടാക്കണം. പത്രവട അതൊരു സംഭവമാണ് കേട്ടോ. മലയാളത്തിൽ അറിയുമോ എന്തോ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞങ്ങൾ ഈ കർണാടകയിൽ വന്ന് പെട്ടതുകൊണ്ട് ഈ കണ്ണി കണ്ട തൂമ്പക്കത്തിന് ഇതാ. അപ്പോൾ ഈ പത്രവട ഉണ്ടാക്കാനാണ് ഈ ഫ്രഷായിട്ടുള്ള ഇല എടുത്തു വയ്ക്കുന്നത്. ഈ തണ്ടും ഈ താളിൻ്റെ തണ്ടും ഈ കുനുന്തും ഇപ്പോൾ ഞാൻ വയ്ക്കും. ഇത് ഞാൻ കെട്ടിപ്പൊതിഞ്ഞ് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് വീണ്ടും